ഹലോ, നമുക്കിവിടെ തീ കത്തിക്കേണ്ടത് ആകെ കൂടി ജലാറ്റിൻ ഉരുക്കാനുള്ള വെള്ളം തിളപ്പിക്കാനാണ്. ഞാൻ 2 ടീസ്പൂൺ ജലാറ്റിൻ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് അലിയിച്ചെടുക്കാം. അത് ചൂടാറിയതിന് ശേഷമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 2 സീതപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൾപ്പ് എടുത്ത് മിക്സിയിലൊന്ന് ജസ്റ്റ് പൾസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ കുരു കളയാനായിട്ട് എളുപ്പമാണ്. അതിന് ശേഷം വേണമെങ്കിൽ മിക്സിയിലിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ടില്ല, പൾപ്പ് അതുപോലെ തന്നെ ചേർത്തിരിക്കുകയാണ്. അതിലേക്ക് 1/2 ഗ്ലാസ് നാളികേരപ്പാലും 2 ടേബിൾ സ്പൂൺ തേനും അതുപോലെ നമ്മുടെ ഉരുക്കി വെച്ച ജലാറ്റിൻ ചൂടാറിയിട്ട് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്തത്. നമുക്ക് നല്ല മധുരം വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ തേൻ ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ പഞ്ചസാരയാണ് താല്പര്യം എന്ന് വെച്ചാൽ പഞ്ചസാര ചേർക്കാം. പക്ഷെ തേൻ ചേർത്തപ്പോൾ തന്നെ നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു 3 പുഡിംഗ് ബൗളിലേക്കുള്ള അളവിലാണ് ഇത് കിട്ടിയത്, കുഞ്ഞ് ബൗളിലേക്ക്. അപ്പോൾ ഇതിൽ ഒരു ബൗൾ ഞാൻ ഫ്രീസറിൽ വെച്ചാണ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോണത്. അതിന് മുമ്പ് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇത് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം ഒരു ബൗൾ. ആ ഫ്രീസറിൽ വെച്ചത് 1 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഫ്രീസറിൽ തന്നെ വെച്ച് ഒരു 6 മണിക്കൂറൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്കതൊരു ഐസ്ക്രീം പോലെ കഴിക്കാവുന്നതാണ്. ബാക്കി 2 ബൗളും ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. അത് നമുക്കൊരു 6 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പുഡിങ്ങായിട്ട് എടുത്ത് കഴിക്കാം. അപ്പോൾ ഞാനൊരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഓൾറെഡി അറിയാതെ കാരണം കൊണ്ട് ഞാൻ കൊതി സഹിക്കാത്തതുകൊണ്ട് എടുത്ത് അപ്പം തന്നെ കഴിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ വെച്ചിരുന്നാൽ കുറച്ചും കൂടി ക്രീമി ആയിട്ട് വരും. അതുപോലെ ജലാറ്റിൻ്റെ അളവ് കുറച്ചാലും കുറച്ചും കൂടി ക്രീമി ആയിട്ട് വരും. ഇതന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. പിന്നെ കുരു കളയാൻ വേണ്ടി മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അല്ലാതെ ഓവറായിട്ടിട്ട് അടിക്കരുത്. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ആ കുരും കൂടി അതിലേക്ക് അലിഞ്ഞ് ചേരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും എന്തായാലും തയ്യാറാക്കി നോക്കണം ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി പുഡിങ്.